എന്റെ വീട്ടിൽ അച്ഛനും അമ്മയും ചേട്ടനുമാണ് ഉള്ളത്. അച്ഛൻ ടൗണിൽ ഒരു പലചരക്ക് നടത്തുന്നു. എന്നേക്കാൾ 5 വയസ്സ് മൂത്തതാണ് ചേട്ടൻ. ഞാൻ ഡൽഹിയിൽ പഠിക്കുന്ന കാലത്താണ് ബാങ്ക് മാനേജറായ ചേട്ടന്റെ കല്യാണം കഴിയുന്നത്. അന്നൊന്നും അവളോട് എനിക്ക് അധികം സംസാരിക്കാനോ അടുക്കാനോ അവളോട് ഒന്നും തോന്നിയിരുന്നില്ല. ചേട്ടന്റെ കല്യാണത്തിന് വന്നു പിറ്റേന്ന് തന്നെ ഞാൻ ഡൽഹിയിലേക്ക് വണ്ടി കയറിയിരുന്നു. 3 വർഷം കഴിഞ്ഞാണ് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വണ്ടി കയറിയതും. അതൊന്നും എനിക്ക് ചിഞ്ചി ചേച്ചിയോട് പ്രത്യേക ഒരു വികാരമൊന്നും തോന്നിയില്ല. ചേട്ടന് ഒരു കൊച്ചായെന്ന് ഇടയ്ക്കെപ്പോഴോ അമ്മ വിളിച്ചു പറഞ്ഞത് ഓർമ്മയുണ്ട്. നാട്ടിൽ വന്ന സമയം പല ആഗ്രഹത്തോടാണ് വന്നതെങ്കിലും സ്വന്തമായി ആരെയും കൂടെ കളിക്കാൻ കിട്ടിയില്ലെന്ന് കരുതി താനെ തന്നെ വണം വിട്ടു തുടങ്ങിയിരുന്നു. കൂട്ടുകാരൊക്കെ പറയുമായിരുന്നു, ഡാ വിനു, നിന്റെ ചേട്ടത്തിയെ കാണാൻ കുഴപ്പമൊന്നുമില്ലല്ലോ. ഡാ, വീട്ടിലുള്ളവരെ പറ്റിയാണോ ഈ പറയുന്നത്? നീ അവളുടെ മലർന്ന ചുണ്ടും നാക്കിലെ നനവും ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവന്റെ ആ സംസാരത്തിൽ അധികം പങ്കുകൊണ്ടില്ല. ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നത് മുറ്റമടിക്കുന്ന ചിഞ്ചി ചേച്ചിയെ കണ്ടതും എൻ്റെ കൺട്രോളൊക്കെ പോയി. ശരിക്കും പറഞ്ഞ ചിഞ്ചി ചേച്ചി ഒതുങ്ങിയ ശരീരമാണ്, എങ്കിലും നല്ല മത്തങ്ങ വലുപ്പമുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ അവരുടെ കയ്യിലുള്ള മത്തങ്ങ ഞാൻ വന്നത് കണ്ടിട്ട് പോലും അവർ അത് മറയ്ക്കാൻ നിന്നില്ല. അന്ന് മുതൽ ഞാൻ ചിഞ്ചി ചേച്ചിയെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഞങ്ങൾ തമ്മിൽ അധികം മിണ്ടാറൊന്നുമില്ലെങ്കിലും ഇടയ്ക്ക് അമ്മ കുടുംബശ്രീ യോഗത്തിന് പോകുമ്പോൾ ചോറെടുത്ത് തരുന്നവള് ചിഞ്ചു ചേച്ചിയായിരുന്നു. അന്ന് ചേച്ചി കുളിച്ചിറങ്ങിയതും ഞാൻ കുളിക്കാൻ എന്ന പോലെ കയറി ആദ്യം നോക്കിയത് വെള്ളത്തിലെടുത്ത് വെച്ചിട്ടുള്ള ചേച്ചിയുടെ മുഷിഞ്ഞ ഡ്രസ്സിലേക്കാണ്. അങ്ങനെ ഞാൻ കുളിമുറിയിൽ നിന്ന് കുളിച്ചിറങ്ങി. ചിഞ്ചു ചേച്ചി ഓടി വന്നു. വിനു, നീ ഉണ്ണാറായോ? ഞാനിരിക്കുകയാ. നാളിതുവരെ ഒറ്റയ്ക്ക് കഴിച്ചിരുന്നവൾ ഇന്നെന്തേ എന്നെ വിളിക്കുന്നു? ഞാനൊന്ന് അവളെ സൂക്ഷിച്ചു നോക്കി. ഞാൻ എഴുന്നേറ്റു കഴിക്കാൻ ചെന്നു. കുളി കഴിഞ്ഞു ചേച്ചി. സ്ലീവ്ലെസ് ഇറുകിയ ലെഗിൻസുമാണ് വേഷം. ഞാൻ ഒന്നുകൂടെ നോക്കിയത് വാ പൊളിച്ചു പോയി. ഞാനൊന്ന് അവളെ സൂക്ഷിച്ചു നോക്കി. എൻ്റെ കണ്ണുകൾ അവളുടെ മത്തങ്ങായിലായിരുന്നു. അവളാണെങ്കിൽ ഇതൊന്നും കണ്ടില്ലെന്ന മട്ടിലുള്ള നിൽപ്പും. നീ കഴിക്കുന്നുണ്ടോ? കൊഴുത്തുരുണ്ട രോമമുള്ള കൈകൾ മുകളിലേക്ക് ഉയർത്തി ചുണ്ടൊന്ന് നനച്ച് നാക്കി നീട്ടി അവൾ അവനോട് ചോദിച്ചു. ചുമ്മാ ഒരു ചിരിയോടെ ഞാൻ പറഞ്ഞു, കിട്ടിയാൽ കഴിക്കും. എന്ത് കിട്ടിയാലും കഴിക്കുമോ? അവൾ ഒരു തരം വികാരം കലർന്ന ചിരിയോടെ അവനോട് ചോദിച്ചു. അങ്ങനെ എന്ത് കിട്ടിയാലും കഴിക്കില്ല കേട്ടോ. ഇഷ്ടപ്പെട്ടതാണെങ്കിൽ കഴിക്കും. ഇഷ്ടപ്പെട്ടവരുണ്ടാക്കി തന്നതും അവളുടെ മുഖം തുറക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഞാനുണ്ടാക്കുന്നത് കഴിക്കില്ലായിരിക്കും. ഇടം കണ്ടിട്ട് അവൾ എന്നെ നോക്കി ചോദിച്ചു, ചേച്ചിയെ എനിക്കിഷ്ടമാണ്. ചേച്ചി എന്ത് തന്നാലും ഞാൻ കഴിക്കും. മുഴുവനും തിന്നണേ. ചേച്ചി ഒന്ന് തന്നു നോക്ക്, അപ്പോൾ അറിയാം തിന്നുമോ ഇല്ലയോ എന്ന്. അവളുടെ മുഖം തുടുത്തു ചുവക്കുന്നത് കണ്ടു. അവളൊന്ന് ചുണ്ട് കടിച്ച് ചോറ് വിളമ്പി തന്നു. കഴിച്ചു കഴിയുന്നത് വരെ വല്ലാത്തൊരു മൗനം തളം കെട്ടി നിന്നിരുന്നു. ചേച്ചി കഴിച്ചു കഴിഞ്ഞതു പാത്രം കഴുകി മുകളിലേക്ക് പോയി. ഇന്നിനി അമ്മ വന്നിട്ട് താഴോട്ട് നോക്കിയാൽ മതി. അന്ന് പിന്നെ കാര്യമൊന്നും നടന്നില്ല. സംഭവം നടന്നത് അന്നേ ദിവസം മുതൽ 7 ദിവസം കഴിഞ്ഞാണ്. അമ്മയും അച്ഛനും അകന്ന കുടുംബത്തിലെ കല്യാണത്തിന് പോയി. രാവിലെ പോയതാണ്. ഇനി വൈകിട്ടേ വരൂ. ചേട്ടനാണെങ്കിൽ ബാങ്കിലും. ഇതിനിടയ്ക്ക് ഞങ്ങൾ നന്നായി സംസാരിച്ചു, അടുത്തു തുടങ്ങി. വിനു, ഇന്ന് പൊക്കുവട ഉണ്ടാക്കിയാലോ നമുക്ക്? അടുക്കളയിലെ ഒരുവിധ പണിയൊക്കെ ഒതുക്കിക്കൊണ്ടവൾ ചോദിച്ചു. മോനെന്നാ ഒരു തേങ്ങ പൊതിച്ച് താടാ. ചേച്ചിക്ക് പൊതിക്കാൻ അറിയുമോ തേങ്ങ? എനിക്കറിയില്ല കേട്ടോ. ഞാൻ പൊതിച്ച് തന്ന് ചെയ്യുമോ അതുപോലെ എന്നവൾ നാക്കുനീട്ടി ചുണ്ടും കടിച്ച് ചോദിച്ചു അവനോടും. ചേച്ചി വേഗം ചെന്ന് കമ്പിപ്പാര എടുത്ത് കുത്തി അതിൽ തേങ്ങ പൊതിച്ചു കാണിച്ചു കൊടുത്തു. അവൾ തേങ്ങ കൊത്തുമ്പോൾ അവളുടെ മത്തങ്ങ തുളുമ്പുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ചിഞ്ചി ചേച്ചിയുടെ ചോദ്യം കേട്ടിട്ടാണ് ഞെട്ടി ഉണർന്നത്. കണ്ടോ, ഇങ്ങനെ വേണം പൊതിക്കാൻ ഞാൻ എന്നും പറഞ്ഞ് അവൾ തേങ്ങ പൊട്ടിച്ചു തന്നു. ഞാൻ ചിരവെടുത്ത് ചിരവാൻ തുടങ്ങി. ചേച്ചി മാവ് കുഴയ്ക്കാൻ ആരംഭിച്ചു. അമർത്തി കുഴയ്ക്കുമ്പോൾ അവളുടെ മത്തങ്ങ കിടന്ന് തുള്ളുന്നുണ്ടായിരുന്നു. ഞാൻ അതിലേക്ക് നോക്കി. പെട്ടെന്ന് അവൾ എന്നെ നോക്കി. എന്നിട്ട് അങ്ങനെ ഒന്നുണ്ടായത് അറിയാത്തതുപോലെ വീണ്ടും കുഴയ്ക്കാൻ തുടങ്ങി. എനിക്ക് വിശ്വസിക്കാനായില്ല. ചിരകിക്കഴിഞ്ഞതു. വിനു, നീ അടുപ്പിന് താഴേന്ന് കുറച്ച് വിറകെടുത്ത് മുകളിൽ വെക്കുമോ?
ഞാൻ വിറകെടുക്കാൻ താഴേക്കിരുന്നതും അവൾ പുറകിൽ വന്നു. അതല്ല, മറ്റേ ഉണങ്ങിയ കഷ്ണം എടുക്ക്. ഞാൻ വിറകുമായി തിരിഞ്ഞതും അവളുടെ തൊട്ടടുത്ത് ചിഞ്ചിച്ചേച്ചി നിൽക്കുന്നു. അവളുടെ നൈറ്റി അവിടെ എവിടെയൊക്കെയോ നനവ് പടർന്നിട്ടുണ്ടായിരുന്നു. അവളൊന്ന് മുകളിലേക്ക് ഉയർന്നതും പെണ്ണിന്റെ മതിപ്പിക്കുന്ന ഗന്ധം തൻ്റെ മൂക്കിലിടിച്ച് കയറി. അവൻ പരവേശനായി നിന്നു. എനിക്കൊട്ടും എന്നെ നിയന്ത്രിക്കാൻ പറ്റിയില്ല. അമറിക്കൊണ്ട് ഞാൻ അവളുടെ ലെഗിൻസിൻ്റെ കൈവച്ചു. പെട്ടെന്ന് ചിഞ്ചു ചേച്ചി പറഞ്ഞു, വിനു, ഇപ്പം വേണ്ടടാ കുട്ടാ, നമുക്ക് മുകളിലേക്ക് പോകാം. ഞാനിതൊന്ന് ഒതുക്കിയിട്ട് വരാം, നീ മുകളിലേക്ക് പോയിക്കോ. ഒരുവിധം ഞാൻ അവളുടെ കഴുത്തിന് നേരെ വന്ന എൻ്റെ മുഖം ഒരുവിധം പിടിച്ച് താഴ്ത്തി അവൾ അവനോട് പറഞ്ഞു മുകളിലേക്ക് പോകാൻ. ഞാൻ വേഗം ചേട്ടൻ്റെ റൂമിൽ കയറിയതും എനിക്ക് വല്ലാത്ത കുറ്റബോധം തോന്നി. സ്വന്തം ചേട്ടൻ്റെ ഭാര്യയെ ആഗ്രഹിക്കുന്നത് അത്ര നല്ല കാര്യമല്ല. പക്ഷേ ഞാനല്ലെങ്കിൽ തന്നെ മറ്റൊരാൾ വേണ്ടേ അവളുടെ വികാരങ്ങൾ തൊട്ടുണർത്തുമെന്ന് എനിക്ക് തോന്നി. അങ്ങനെയൊക്കെ ചിന്തിച്ചപ്പോൾ ഞാൻ എന്നിലെ അവസാന കുറ്റബോധവും തുടച്ചു നീക്കി. അങ്ങനെ നിൽക്കുമ്പോഴാണ് ചേച്ചി റൂമിലേക്ക് കയറി വന്നതും കതക് മൂടി അകത്തേക്ക് വന്നു. കൊഴുത്ത കൈ ഉയർത്തി എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചു. ഏതൊരാണിനും പിടിച്ചു നിൽക്കാൻ കഴിയില്ലായിരുന്നു. ഞാൻ ചാടി അവളെ അങ്ങ് കെട്ടിപ്പിടിച്ച് വലിച്ചു വാരി ബെഡിലേക്കിട്ടു. ഞാൻ അവളെയും വലിച്ച് കട്ടിലേക്ക് കിടന്നുരുണ്ടു മറഞ്ഞു. അവളുടെ വാ തുറന്നു പോയി. ആ തക്കം നോക്കി അവളുടെ ചുവന്ന തുടുത്ത ചുണ്ടുകളിലേക്ക് ഞാൻ എൻ്റെ ചുണ്ട് അടുപ്പിച്ചു. എന്നിട്ട് അവൾ ധരിച്ചിരിക്കുന്ന ചുരിദാറിൽ ഞാൻ കൈവച്ചു. പിന്നീട് അവിടെ നടന്നത് ഒരു യുദ്ധമായിരുന്നു. മത്തു പിടിപ്പിക്കുന്ന പെണ്ണിൻ്റെ ഗന്ധം ആ മുറിയിൽ പടർന്നു. ഒരു ഇടവേള കിട്ടിയപ്പോൾ തന്നെ ചിഞ്ചു ചോദിച്ചു, കുട്ടാ, നീ ചേച്ചിയെ എന്താടാ ചെയ്തത്? എനിക്ക് നിക്കപ്പൊറുതിയില്ലാതെയായിരിക്കുന്നു. ചേട്ടൻ തന്നതിനേക്കാൾ സുഖമുള്ള ഒരു തരം സുഖം തന്നെയാടാ നിന്റെ അരികിൽ നിന്ന് എനിക്ക് കിട്ടിയത്. തൻ്റെ സർവശക്തിയോ ഉപയോഗിച്ച് അവനവളെ അങ്ങ് കെട്ടിപ്പിടിച്ചു. അവൾ വിറയ്ക്കുന്നത് കണ്ടതും ഞാൻ അവളുടെ ഇളം ചോരച്ചുണ്ടിൽ ചുംബനം കൊണ്ട് നിറച്ചു. ഒരു ചിരിയോടവൾ എന്നെ ചേർത്തു പിടിച്ചു. എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും ചേട്ടനുമാണ് ഉള്ളത്. അച്ഛൻ ടൗണിൽ ഒരു പലചരക്ക് നടത്തുന്നു. എന്നേക്കാൾ 5 വയസ്സ് മൂത്തതാണ് ചേട്ടൻ. ഞാൻ ഡൽഹിയിൽ പഠിക്കുന്ന കാലത്ത്